ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫോർത്ത് മൊഡ്യൂളിൽ. നമ്മൾ ഇതുവരെ പഠിച്ചു വരുന്നത് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത ടോപ്പിക്കായിരുന്നു ഫയർ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ, പിന്നെ ഫയർ റെസിസ്റ്റൻറ്റ് കൺസ്ട്രക്ഷന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതായിരുന്നു നമ്മൾ ആദ്യം എടുത്തൊരു ടോപ്പിക്ക്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ലിഫ്റ്റിനെ കുറിച്ചായിരുന്നു. ലിഫ്റ്റിൻ്റെ ഓരോ സ്ട്രക്ചറൽ കോമ്പോണൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഹൈഡ്രോളിക് ലിഫ്റ്റും പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ പലതരത്തിലുള്ള ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ട്രാക്ഷൻ ലിഫ്റ്റും. ഓക്കെ, ഈ ട്രാക്ഷൻ ലിഫ്റ്റിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് അക്വിസ്റ്റിക്സിനെ കുറിച്ചാണ്. എന്താണ് അക്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അക്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റഡി റിലേറ്റഡ് ടു സൗണ്ട്. ഓക്കെ, സ്റ്റഡി റിലേറ്റഡ് ടു സൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ അക്വിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സൗണ്ടിനെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്ത് കാര്യത്തിനെയും നമ്മൾ അക്വിസ്റ്റിക്സ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ അക്വിസ്റ്റിക് എന്ന ടോപ്പിക്ക് നമ്മൾ എടുക്കാൻ കാരണം? സൗണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് ഒരു റൂമിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളത് കൂടുതലായിട്ട് ചിന്തിക്കാറില്ല. സൗണ്ടിന് അപ്പോൾ ഇതിന് മാത്രം ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ സൗണ്ടിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ട് ഒരു ടോപ്പിക്കായിട്ട്, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഡിപ്ലോമ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എസ് എ പാർട്ടിൽ സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ പറയാം ഒരിക്കലും ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല എസ് എ പാർട്ടിൽ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ് അക്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് വാട്ട് ഡു യു മീൻ ബൈ അക്വിസ്റ്റിക് എന്നല്ല ചോദിക്കാറ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് അക്വിസ്റ്റിക്കൽ ഡിഫക്ട്സ് ഇൻ എൻ എൻക്ലോസ്ഡ് സ്പേസ്, ഡിസ്കസ് ദ റെമഡീസ്. ഓക്കെ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറ്. പൊതുവേ 9 മാർക്കും 12 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ 2 എടുത്ത് ചോദിക്കും. ഓക്കെ, കുറേ ഡിഫക്ട്സ് ഉണ്ട്, അതിലേതെങ്കിലും 2 എടുത്തിട്ട് അവിടെ ചോദിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. 4 മാർക്കിന് 2 മാർക്ക് ഡിഫക്റ്റ് എന്താണെന്ന് പറയാൻ കാരണം, പിന്നെ റെമഡി പറഞ്ഞാൽ 2 മാർക്ക്, അങ്ങനെ 8 മാർക്ക്, 2+2+2+2, അങ്ങനെ 8 മാർക്സിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ചില ഡിഫക്ട്സും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? എക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില മലമുകളിലൊക്കെ പോയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളുടെ പേര് ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു മലയിൽ നിന്ന് നമുക്ക് അതേ പേര് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. ഒരേ വാക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ ചെവിയിലൂടെ തന്നെ കേൾക്കണതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോർമേഷൻ ഓഫ് എക്കോസ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫോർ എക്സാമ്പിളായിട്ട് ഒരാൾ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. ഓക്കെ, ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിപ്പിക്കണതിൻ്റെ സമയത്ത് ഞാനൊരു വാക്ക് പറയുകയാണ്. ആ വാക്ക് നിങ്ങളുടെ ചെവിയിൽ 2ഉം 3ഉം പ്രാവശ്യം ഇങ്ങനെ കേൾക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിലിരിക്കാൻ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസാണ് നമുക്ക്, ഈ കേൾക്കുന്ന ആൾക്കാർക്ക്. അല്ലെങ്കിൽ വലിയ മൂഡിലൊന്നും ഇരിക്കുന്നുണ്ടാവുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസും കൂടി വരികയാണ്. ഒരേ വാക്ക് 3ഉം 4ഉം പ്രാവശ്യം ഒരു പ്രാവശ്യം കേൾക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയിൽ 3ഉം 4ഉം പ്രാവശ്യം ഒരേ വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ട് അതൊരു നമുക്കൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. ഇങ്ങനത്തെ ഒരു രീതി നിങ്ങൾ എപ്പോഴാണ് കണ്ടിട്ടുണ്ടാവുക? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു എക്സാമ്പിളാണ് നമ്മളുടെ പണി കഴിയാത്തൊരു വീടാണെങ്കിൽ, അതിൻ്റെ വാർപ്പും കഴിഞ്ഞു, ബാക്കിയുള്ള ഫർണിച്ചേഴ്സോ ബാക്കിയുള്ള വാർഡ്രോബോ ഒന്നും ഫിറ്റ് ചെയ്യാത്തൊരു വീട്ടിൽ പ്ലെയിനായിട്ട് നിൽക്കുകയാണ്. ആ വീട്ടിൽ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്കുക. അടിയത്തെ ഫ്ലോറിങ് പോലും കഴിയാത്ത വീടാണ് ഉദ്ദേശിച്ചത്. അവിടെ പോയി സംസാരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ എക്കോൻ്റെ സൗണ്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ അബ്സോർബ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യൂല, ചിലയിടത്ത് റിഫ്ലക്റ്റ് ചെയ്യും, അങ്ങനെ വരുന്ന ഒരു ഡിഫക്റ്റാണ് എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ
നമ്മൾ ഒന്നാമതായിട്ട് ഈ ലിസ്റ്റിൽ കൊടുത്തിട്ട് ഒരു ഡിഫക്റ്റാണ് റിവർബറേഷൻ. എന്താണ് റിവർബറേഷൻ എന്ന് പറഞ്ഞത്? ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു വാക്ക് ഞാൻ പറയുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അക്വസ്റ്റിക് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിന്ന് ആ ഡയസിൽ കയറി നിന്ന് ഞാൻ പറയുകയാണ്, അക്വസ്റ്റിക് എന്ന് പറയുകയാണ്. പക്ഷെ നിങ്ങളുടെ ചെവിയിൽ കേൾക്കുമ്പോഴത്തേക്ക് ആ കൂ ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, നമ്മൾ പഴയ പ്രേത പടങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു വാക്ക് എന്ന് പറഞ്ഞിട്ട് കേൾക്കണ പോലെ ആയിരിക്കും ഒരു വാക്ക് പറയുമ്പോൾ. അത് ഇംപ്രോപ്പറായിട്ട് എന്താണ് റിഫ്ലക്ഷൻ ഉള്ളത് കാരണമാണ്. എല്ലാ ഭാഗത്തുനിന്നും ഒരേപോലെ പ്രോപ്പറായിട്ട് നമ്മൾ സൗണ്ട് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്താണോ സൗണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് ആ പുറപ്പെടുവിച്ച സൗണ്ട് നിങ്ങളുടെ ചെവിയിലേക്ക് മാത്രമായിരിക്കില്ല, നമ്മളുടെ എന്തായിരിക്കും ആ റൂമിൻ്റെ എന്താ പറയുക ബൗണ്ടറിയിലേക്ക് പോയി തടഞ്ഞിട്ടാണ് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഈ തടഞ്ഞ് വരുമ്പോൾ ചില ഭാഗത്തുനിന്ന് ചിലപ്പോൾ പ്രോപ്പറായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യൂല. റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഭാഗത്തേക്ക് ഒരു സർഫേസിലേക്ക് തട്ടിയിട്ട് വേറൊരു ഭാഗത്തേക്ക് പോണേനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുക. അത് പ്രോപ്പറായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ റിഫ്ലക്റ്റ് ചെയ്യാത്ത സമയത്താണ് ഒരു വാക്ക് ഇങ്ങനെ ഇംപ്രോപ്പറായിട്ട് നമുക്ക് കേൾക്കുക. എക്കോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരേ വാക്ക് വീണ്ടും വീണ്ടും കേൾക്കണേനായിരുന്നു എക്കോ എന്ന് പറയണത്. പക്ഷെ റിവർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് തന്നെ വലിച്ച് നീട്ടി കേൾക്കണ രീതിയിൽ. ഓക്കെ, ഒരു വാക്ക് വലിച്ചു നീട്ടി കേൾക്കണ രീതിയിൽ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പഴയ എന്താ പറയുക നമ്മളുടെ ക്ലാസ് റൂമിൽ തന്നെ പറയാം. ഓക്കെ, എല്ലാ ഭാഗത്തും ഒരേപോലെ കേൾക്കാൻ പറ്റണമെന്ന്. ഇപ്പോൾ ഒരു ഓഡിറ്റോറിയം പോലത്തെ ഒരു സ്ഥലമാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ കേൾക്കണം എന്നില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെയൊക്കെ സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ ഡിഫക്റ്റിന് എന്താ പറയുക അതിൻ്റെ റെമഡീസ് നോക്കിയതിന് ശേഷം വേണം അത് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, പിന്നെ പറയേണ്ട മൂന്നാമത്തെ ഡിഫക്റ്റാണ് സൗണ്ട് ഫോസൈ. ഓക്കെ, സൗണ്ട് ഫോസൈ. നാലാമത്തെ ഡിഫക്റ്റാണ് ഡെഡ് സ്പോട്ട്. അഞ്ചാമത്തെ ഇൻസഫിഷ്യൻറ്റ് ലൗഡ്നെസ്. ആറാമത്തെ എക്സ്റ്റീരിയർ നോയ്സ്. ഓക്കെ, ഇൻസഫിഷ്യൻറ്റ് ലൗഡ്നെസ്, എക്സ്റ്റീരിയർ നോയ്സ്. ഇതിൽ ഒരു 5 പഠിച്ചു വെക്കണം. ഓക്കെ, 5 എന്ന് പറഞ്ഞാൽ റിവർബറേഷൻ, എക്കോ, സൗണ്ട് ഫോസൈ, ഡെഡ് സ്പോട്ട്, എക്സ്റ്റീരിയർ നോയ്സ് ആണ് കൂടുതലും നമ്മളെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ പറയാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും പറയാം. നിങ്ങളുടെ എന്താ പറയുക ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. സൗണ്ട് ഫോസൈൻ ഡെഡ് സ്പോട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അത് നമുക്ക് സ്വാഭാവികമായിട്ട് ഓരോന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോവാം. എല്ലാം പറഞ്ഞതിന് ശേഷം വീണ്ടും അതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെപ്പറ്റീഷൻ എന്ന രീതിയിൽ ചിന്തിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് റിവർബറേഷൻ എന്താണ് എന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഡെഫിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ നമ്മൾ എഴുതണം, ഒരു പരീക്ഷയ്ക്ക് നമ്മൾ എങ്ങനെ എഴുതണം എന്നാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അക്വസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സ്റ്റഡി റിലേറ്റഡ് ടു സൗണ്ടാണ്. സൗണ്ടിൻ്റെ ഡിഫക്ട്സിനെ കുറിച്ചാണ് കൂടുതലും പഠിക്കാറ്. ഓക്കെ, അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യണത്. ഓക്കെ, അപ്പോൾ റിവർബറേഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം. It is the persistence of sound in the enclosed space after the source of sound has stopped. ആ സൗണ്ട് അവിടെ പെർസിസ്റ്റ് ചെയ്യണേന് ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ്. എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു സ്പേസിന് അവിടെ ഉള്ള ഒരു സൗണ്ട് അവിടെ തന്നെ പെർസിസ്റ്റ് ചെയ്യുകയാണ്. ആഫ്റ്റർ ദ സോഴ്സ് ഓഫ് സൗണ്ട് ഹാസ് സ്റ്റോപ്ഡ്. ആ സോഴ്സ് ഓഫ് സൗണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ആൾ വന്നിട്ട് ക്ലാസ് എടുക്കുകയാണ്, അതാണ് സോഴ്സ് ഓഫ് സൗണ്ട്. അയാളുടെ സോഴ്സ് ഓഫ് സൗണ്ട് അവിടെ സ്റ്റോപ്പായിട്ടുണ്ട്, എന്നാലും ആ ഒരു സൗണ്ട് ആ ഒരു എൻക്ലോസ്ഡ് സ്പേസിൽ പേഴ്സിസ്റ്റ് ചെയ്യണ ആ ഒരു ഡിഫക്റ്റിനെ പറയണ പേരാണ് റിവർബറേഷൻ. പക്ഷേ ഞാൻ വേറൊരു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് റിവർബറേഷൻ ആവശ്യമാണ്. ഓക്കെ, റിവർബറേഷൻ ആവശ്യം ആണ് എന്ന് പറയാൻ കാരണം ഇപ്പം നിങ്ങളുടെ ഒരു തിയേറ്ററിലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സൗണ്ടിൻ്റെ എഫക്റ്റ് കിട്ടണം. ഊയി എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് കേൾക്കണം. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആ രീതിയിൽ വേണം കേൾക്കാനായിട്ട്. ആ ഒരു സൗണ്ടിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ നമ്മൾ ചെവിയിൽ അറിയണം. ആ തരിപ്പും എല്ലാ കാര്യങ്ങളും, ആ ബാസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം. അപ്പോൾ ചില കാര്യങ്ങളിൽ അത് ഈ റിവർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നല്ലതല്ലെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ചില സ്ഥലത്ത് അത് നല്ലൊരു കാര്യമാണ്. ഒരു എഫക്റ്റ് കിട്ടാൻ, DTS എഫക്റ്റ് കിട്ടാൻ. ഓക്കെ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ റിവർബറൻറ്റ് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് ഇംപ്രോപ്പർ അബ്സോർപ്ഷൻ. പ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ നടക്കാത്തത് കാരണം ഓക്കെ ഉണ്ടാവുന്ന ഒരു റിഫ്ലക്റ്റഡ് സൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, ഈ റിവർബറൻ്റ് സൗണ്ട് എന്ന് പറയണത്. ഓക്കെ, എന്താണ് റിവർബറൻറ്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് ഇംപ്രോപ്പർ അബ്സോർപ്ഷൻ. ഇപ്പം നിങ്ങളുടെ ചുമരിൽ പലതരത്തിലുള്ള ഡെക്കറേഷൻ ഉണ്ടാവും. ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ആർട്ട് വർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ചുമര് തന്നെ ചിലപ്പോൾ എങ്ങനെയാണ് നേരെ ആവണമെന്നില്ല. ചുമര് കറക്റ്റ് എന്താ പറയുക പ്ലെയിൻ ആയിട്ടുള്ള ചുമരാവണമെന്നില്ല. ചിലപ്പോൾ പലതരത്തിലുള്ള ഷേപ്പുകളിലുള്ള ചുമരായിരിക്കും. ഓക്കെ, ചെരിഞ്ഞതും വളഞ്ഞതും അങ്ങനെയൊക്കെയുള്ള ചുമരുകളായിരിക്കും. അപ്പോൾ അതിന് പലതരത്തിലുള്ള എന്താ ചെരുവുകൾ ഉള്ളത് കാരണം അതിൽ റിഫ്ലക്ഷന് സാധ്യത. ഓക്കെ, ഇംപ്രോപ്പർ ആയിട്ടായിരിക്കും അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇംപ്രോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പിടിച്ചു എടുത്തിട്ട് റിഫ്ലക്റ്റ് ചെയ്യണ ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അത് എല്ലാ ഭാഗത്തും ഒരേപോലെ ആവണം എന്നില്ല. ഓക്കെ, അങ്ങനെ ഇംപ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്ന സമയത്താണ് ഈ റിഫ്ലക്റ്റഡ് സൗണ്ടിൻ്റെ ഒരു എന്ത് വരിക, ഡിഫക്റ്റായിട്ട് വരുന്നത്. ഇത് കാരണം, റിവർബറേഷൻ കാരണം എന്തുണ്ടാവും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അടുത്തത് എന്ത് സൗണ്ടായിരിക്കും വരാൻ സാധ്യത എന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ ഒരു കാഴ്ചക്കാരുടെ ഒരു മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. റിവർബറേഷൻ മേ റിസൾട്ട്സ് ഇൻ കൺഫ്യൂഷൻ വിത്ത് ദ സൗണ്ട് ക്രിയേറ്റഡ് നെക്സ്റ്റ്. എന്ത് സൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആ ഒരു കാണികളുടെ അടുത്ത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഏത് കേസിൽ, റിവർബറേഷൻ എന്ന കേസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, റിവർബറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ഇൻ ദ എൻക്ലോസ്ഡ് സ്പേസ്. ഓക്കെ, ആ സൗണ്ട് അവിടെ തന്നെ പെർസിസ്റ്റ് ചെയ്യുക, നിലനിന്ന് പോവുക. ഓക്കെ, എപ്പോൾ നിലനിന്ന് പോവുക, ആ സൗണ്ട് വരുന്ന ആ സ്രോതസ്സിൽ നിന്നതിന് ശേഷവും അത് നിലനിന്ന് പോകുമ്പോഴാണ് അതിന് റിവർബറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പറയാനുണ്ട്, അടുത്ത കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം റിവർബറേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഇംപ്രൂവിങ് ക്വാളിറ്റി സൗണ്ട്. ഓക്കെ, കുറച്ച് റിവർബറേഷനൊക്കെ നല്ലതാണ് ഒരു ക്വാളിറ്റി സൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അത് കൂടുതലാവുമ്പോൾ, ഇംപ്രോപ്പർ ആവുമ്പോഴാണ് അത് പ്രശ്നം. ഓക്കെ, സം റിവർബറേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഇംപ്രൂവിങ് ക്വാളിറ്റി സൗണ്ട്. ഓക്കെ, ദ ടൈം ഡ്യൂറിങ് വിച്ച് ദ സൗണ്ട് പെർസിസ്റ്റ് ഈസ് കോൾഡ് റിവർബറേഷൻ ടൈം ഓഫ് സൗണ്ട് ഇൻ ദ ഹോൾ. ഓക്കെ, ആ സൗണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ വാക്ക്, ഫോർ എക്സാമ്പിളായിട്ട് ഒരു വാക്ക് ഞാൻ പറഞ്ഞു, ആ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എത്ര നേരത്തോളം ആ സൗണ്ട് അവിടെ നിലനിൽക്കുന്നുവോ ആ ടൈമിനെയാണ് നമ്മൾ റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, എത്രത്തോളം സമയം പറഞ്ഞ വാക്ക് ആ ഒരു റൂമിൽ നിലനിൽക്കുന്നുവോ ആ ഒരു ടൈമിനെ പറയുന്ന പേരാണ് റിവർബറേഷൻ ടൈം ഓഫ് സൗണ്ട് ഇൻ ദ ഹോൾ. ഓക്കെ, പലതരത്തിലുള്ള ഹോളുകളുണ്ടാവും. ഓക്കെ, ആ ഹോളുകളൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഓഡിറ്റോറിയം ഉണ്ടാവും, കല്യാണ ഓഡിറ്റോറിയം ഉണ്ടാവും, അതേപോലെ ലെക്ചർ ഹോളുകളുണ്ടാവും. നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അധ്യാപകന്മാർ, പ്രൊഫസർമാർ നടുക്ക് വന്നിട്ടായിരിക്കും ക്ലാസ് ഇരിക്കുക. കുട്ടികളൊക്കെ ഇരിക്കണത് ചിലപ്പോൾ പല റോ ആയിരിക്കും, മുകളിലായിട്ട് തട്ടായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ചില IIT NITകളിലൊക്കെ ആണെങ്കിൽ ലെക്ചർ ഹോളുകളൊക്കെ അങ്ങനെ ആയിരിക്കും. പല കുട്ടികളും മുകളിലായിരിക്കും, അടുത്ത കുട്ടികൾ അതിൻ്റെ താഴെ അങ്ങനെ ചിലപ്പോൾ സർക്കുലറായിട്ട് ഒരു സെമി സർക്കുലർ പോർഷനായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ആ ഒരു പ്രൊഫസർ നടുക്ക് വന്നിട്ട് ക്ലാസ് എടുക്കുക ചെയ്യുക. അപ്പോൾ ഈ സൗണ്ട് അവിടെ നിലനിൽക്കുന്ന ടൈമിനെയാണ് നമ്മൾ റിവർബറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, അതൊരു ഡിഫക്റ്റാണ്. ആ ഡിഫക്റ്റ് ഈ റിവർബറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം എന്ന് കൂടി പറയണം. ടൈം ഡ്യൂറിങ് വിച്ച് ദ സൗണ്ട് പെർസിസ്റ്റ് ഇസ് കോൾഡ് ദ റിവർബറേഷൻ ടൈം ഓഫ് സൗണ്ട് ഇൻ ദ ഹോൾ. ആ ഒരു ഹോളിൽ ഉള്ള റിവർബറേഷൻ ടൈം ആണ് നമ്മൾ
ഇതിനെ പറയണത്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ഈ റിവർബറേഷൻ ടൈമിന് വേണ്ടിയിട്ട് ഒരു ഫോർമുല സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ഡിപ്ലോമ എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പം നമ്മളുടെ എസ്എ പാർട്ടിൽ ചോദിക്കുമ്പോൾ ഇതും കൂടി എഴുതണം. ഇതിന് എന്താ പറയുക, ഈ റിവർബറേഷൻ ടൈമിൽ 1 മാർക്കോളം വാല്യൂ വരുന്ന ഒരു കാര്യമാണ് ഈ റിവർബറേഷൻ്റെ ഫോർമുല. സാബിൻസ് ഫോർമുല എന്നാണ് പറയുക. ഓക്കെ, പ്രൊഫസർ W.C. സാബിൻസ് റിവർബറേഷൻ ടൈം ഫോർമുല. ഓക്കെ, അതിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം 3 അൺനോൺ ക്വാണ്ടിറ്റീസ് ആണ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിവർബറേഷൻ ടൈമിന് കൊടുത്തിട്ടുള്ള ഒരു ഡിനോട്ട് ചെയ്തിട്ടുള്ള ഒരു ലെറ്ററാണ് ടി എന്ന് പറഞ്ഞത്, റിവർബറേഷൻ ടൈം. ഓക്കെ, ഇനി നമ്മളുടെ വി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് റൂം ഇൻ ക്യൂബിക്. ഓക്കെ, ക്യൂബിക് എന്ന രീതിയിൽ നമ്മളൊരു റൂമിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നത്, അതിനെയാണ് വി എന്ന് പറയുന്നത്. ഓക്കെ, എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ അബ്സോർബിങ് പവർ ഓഫ് ഓൾ ദ സർഫസസ് ഓഫ് റൂം ഓർ ഹോൾ. ഓക്കെ, ആ ഒരു സർഫസുകൾക്ക് എത്രത്തോളം അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആ ഒരു റൂമിനോ അല്ലെങ്കിൽ ഹോളിനോ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, എ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യണത്. ഓക്കെ, വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വോളിയം ഓഫ് ദ റൂം ഇൻ ക്യൂബിക്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ അബ്സോർബിങ് പവർ ഓഫ് ദ സർഫസസ് ഓഫ് എ റൂം ഓർ ഹോൾ. അപ്പോൾ ഇതാണ് നമ്മളുടെ സാബിൻസ് ഫോർമുല. ടി ഇസ് ഈക്വൽ ടു 0.16 V/A. ഓക്കെ, ടി എന്ന് പറഞ്ഞ റിവർബറേഷൻ ടൈം, വി എന്ന് പറഞ്ഞ വോളിയം, എ എന്ന് പറഞ്ഞ അബ്സോർപ്ഷൻ പവർ 0.16. ഓക്കെ, ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, നമ്മളെ റിവർബറേഷൻ ടൈം കണ്ടുപിടിക്കാറ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാറ്. ഇത് നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എന്താണ് റിവർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറയണ ഒരു അധ്യാപകനാണ് അവിടെ നിൽക്കുന്നത്. ഓക്കെ, ആ നിൽക്കുന്നത് അധ്യാപകനും ഇരിക്കുന്നതൊക്കെ കുട്ടികളുമാണ്. അയാൾ പറയണ കാര്യം, ഓക്കെ, അയാൾ കൊടുക്കുന്ന ലെക്ചേഴ്സ് എവിടൊക്കെ പോയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അയാളുടെ ബാക്കിൽ പോകുന്നുണ്ട്, ആ മുകളിലത്തെ സർഫസ് റൂഫ് സർഫസിൽ പോകുന്നുണ്ട്, പിന്നെ കുട്ടികളിരിക്കുന്നതിൻ്റെ ബാക്കിൽ പോകുന്നുണ്ട്, കുട്ടികളിരിക്കണ അടിയിൽ പോയിട്ട് ടച്ച് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള റിഫ്ലക്ഷനുകൾ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എന്താണ് റിവർബറേഷൻ ടൈം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, 0.16 V/A എന്ന് പറഞ്ഞിട്ടുള്ള. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഓരോ വാല്യൂ കിട്ടും അല്ലേ. റിവർബറേഷൻ ടൈം എത്ര സെക്കൻഡ്സ് ആണ് എന്നുള്ളത് നമുക്ക് വാല്യൂ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, ഏത് തരത്തിലുള്ള റൂമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ കൊടുത്തിട്ടുള്ളത് IS കോഡ് 2526/1963. ഓക്കെ, 2526 1963. ഈ ഒരു കോഡ് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ബട്ട് ആ ടൈം നിങ്ങൾക്ക് കിട്ടി, റിവർബറേഷൻ ടൈം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ആ ടൈം നല്ലതാണോ ചീത്തതാണോ, ഇത് പറ്റിയതാണോ, നമുക്ക് ഇത് വെച്ചിട്ട് ഒരു റൂം കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു IS കോഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ കോഡിൻ്റെ അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടിയ വാല്യൂ ഏത് തരത്തിലുള്ളതിലാണ്, ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്, അതിൻ്റെ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ അക്വിസ്റ്റിക്സ് അല്ലെങ്കിൽ റിവർബറേഷൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ടേബിളിൽ 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 0.5 മുതൽക്ക് 1.5 സെക്കൻഡ് വരെ ആണെങ്കിൽ അക്വിസ്റ്റിക്സ് എക്സലൻ്റ് ആണ്. ഓക്കെ, ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ഉള്ള റൂമാണ്, കൂടുതലായിട്ട് റിഫ്ലക്ഷൻ സംഭവിക്കണില്ല. 0.5 മുതൽക്ക് 1.5 സെക്കൻഡാണ് നമ്മളുടെ റിവർബറേഷൻ ടൈം വന്നതെങ്കിൽ, ഇനി 1.5 മുതൽക്ക് 2 ആണെങ്കിൽ, 2 സെക്കൻഡ് വരെയൊക്കെ ആണെങ്കിൽ ഗുഡ്. ഓക്കെ, ഗുഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, മൂന്നാമതായിട്ട് വരുന്നത് 2 to 3 ആണ്, അതാണെങ്കിൽ ഫെയർലി ഗുഡ്. ഓക്കെ, താരതമ്യം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയണം. ഇനി 3 to 5 സെക്കൻഡാണ് ആ വ്യത്യാസം വരുന്നതെങ്കിൽ അത് ബാഡാണ്. ഓക്കെ, ഇനി മുതൽക്കാണ് പ്രശ്നം തുടങ്ങുന്നത്. അബവ് 5 സെക്കൻഡ്സ് ആണെങ്കിൽ എന്താ, വെരി ബാഡ്,
തീരെ പറ്റാത്തൊരു റൂമാണ്. ഇങ്ങനെ സൗണ്ടുകൾ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയണത്. ഒരു ആൾ പറഞ്ഞതിന് ശേഷം 5 സെക്കൻഡായിട്ട് ആ സൗണ്ട് അവിടെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അത് അത്രയും മോശമുള്ള ഒരു റൂമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ റിവർബറേഷൻ ടൈമിൻ്റെ ഒരു കോഡിൻ്റെ പ്രൊവിഷൻ എന്ന രീതിയിൽ പറയണത്. അതിൽ പറയുന്ന ലിമിറ്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് ഓരോ റൂമാണ്, ആ റൂമിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രതിരോധിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, റെമഡി എന്ന് പറഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അതിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇവിടെ 2 പോയിൻ്റായിട്ട് തന്നിട്ടുള്ളത്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ സൂട്ടബിൾ ചോയ്സ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഫർണിഷിംഗ് മെറ്റീരിയൽസ്. നമ്മൾ സെലക്ട് ചെയ്യേണ്ട ബിൽഡിംഗ് മെറ്റീരിയൽസും അതേപോലെ ഫർണിഷിംഗ് മെറ്റീരിയൽസിനും എന്തായിരിക്കണം? സൂട്ടബിൾ ആയിരിക്കണം. ഇതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഒരേപോലെ യൂണിഫോമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽസ് വേണം. അതേപോലെ ഫർണിഷിംഗ് മെറ്റീരിയൽസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയേണ്ടത് സിൻസ് ഓപ്പൺ വിൻഡോസ് അലൗ ദ സൗണ്ട് എനർജി ടു ഫ്ലോ ഔട്ട് ഓഫ് ദ ഹോൾ, there should be a limited number of windows. They may be opened or closed to obtain optimum reverberation time. ഓക്കെ, നമ്മളിപ്പോൾ പറയണ ഒരു കാര്യം പുറമേക്ക് പോവാതിരിക്കാൻ. ഓക്കെ, പുറമേക്ക് പോയി കഴിഞ്ഞാൽ അത്രത്തോളം ഡിസ്റ്റർബൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയണത് ഒരു റൂമിൽ ഉണ്ടാവണം, നമ്മളെ വെന്റിലേഷൻ വിൻഡോ ഒക്കെ ഉണ്ടാവണം, പക്ഷെ അതൊരു ലിമിറ്റഡ് ആയിരിക്കണം. അല്ലാതെ കണ്ടമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ നമ്മൾ പറയുന്ന സൗണ്ട് നിങ്ങളുടെ ചെവിയിൽ പറ്റണം എന്നില്ല. ഓക്കെ, വേറെ പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് സൗണ്ടിന്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ സൗണ്ട് എത്രത്തോളം വരണം അല്ലെങ്കിൽ എത്രത്തോളം ആവശ്യമുണ്ട് ആ റൂമിൽ, അതിനനുസരിച്ച് നമുക്കത് വേണമെങ്കിൽ ക്ലോസോ ഓപ്പണോ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ റിവർബറേഷൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ റിവർബറേഷൻ ടൈം കൂടുതലാണോ വേണ്ടത് കുറവാണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സൗണ്ട് പെട്ടെന്ന് വേണം ഒരു എന്താ പറയുക കേൾക്കുന്ന ആളുടെ ചെവിയിലെത്തണ്ട്, അല്ലാതെ കുറേ സമയം നിൽക്കാനൊന്നും പാടില്ല. അപ്പോൾ കുറവ് വേണം നമ്മളുടെ റിവർബറേഷൻ ടൈമിൻ്റെ ആവശ്യം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ റെമഡീസായിട്ട് പറയണ കാര്യം. ഇനി നമ്മൾ രണ്ടാമതായിട്ട് പറയുന്ന ഒരു ഡിഫക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോണത്. ഓക്കെ, എന്താണ് രണ്ടാമതായിട്ട് വരുന്ന ഡിഫക്റ്റ്? അതിന് പറയുന്ന പേരാണ് എക്കോ. ഓക്കെ, എക്കോ. ഓക്കെ, എന്താണ് എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്കോ എന്ന് പറയണത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ആദ്യം പറയണ കാര്യം ഒരു ടെന്നീസ് ബോൾ ഒരു ചുമരുമയ്ക്ക് അടിക്കുകയാണ്. ഓക്കെ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഉള്ള ഒരു വട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനൊക്കെ ചെറുപ്പത്തിലുള്ള സമയത്ത് നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതി വരികയാണെങ്കിൽ നമ്മൾ ചെയ്യണ ഒരു കാര്യമാണ്, ഒരു ചുമരുണ്ടെങ്കിൽ ആ ചുമരുമേക്ക് നമ്മളിങ്ങനെ ബോൾ എറിയും, ആ ബോൾ ഇങ്ങനെ ബൗൺസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുക, ഈ ക്രിക്കറ്റ് പ്രാന്തന്മാരൊക്കെ ആണെങ്കിൽ നമ്മൾ ബൗൾ ചെയ്തിട്ട് അത് നേരെ ചുമരുമേ പോയി തട്ടും, അത് പിന്നെയും തിരിച്ചു വരും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പല കളികളും ഉണ്ട്. പിന്നെ ചിലവർ സ്ക്വാഷ് കളിക്കും. നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. ചെറിയ ബോൾ ഉണ്ടാവും, നമ്മളെ പണ്ടുണ്ട് നല്ല ബൗൺസ് ചെയ്യണ ഒരു ബോൾ ഉണ്ടാവും. ആ ബോൾ വെച്ചിട്ട് നമ്മളൊരു ടെന്നീസ് റാക്കറ്റ് പോലത്തെ ഒരു റാക്കറ്റ് വെച്ചിട്ട് നമ്മൾ പണ്ട് ചെറിയ കുട്ടികളാണല്ലോ, അപ്പോൾ അത് പോയിട്ട് നമ്മളിങ്ങനെ അത് ചുമരുമയ്ക്ക് അടിക്കും, അത് തിരിച്ചു വരും. അപ്പോൾ വേറൊരാളുണ്ടാവും, അയാൾ അതേപോലെ അടിക്കും. അവസാനം ബോൾ എവിടെയെങ്കിലും പോണ വരെ നമ്മൾ അടിച്ച് കളിക്കും. ഓക്കെ, അപ്പോൾ എക്കോ എന്ന് പറഞ്ഞാലും അതേപോലത്തെ ഒരു പ്രൊസീജിയർ തന്നെയാണ്. ഒരു തടസ്സമുണ്ട്, ആ തടസ്സത്തിൽ പോയി തട്ടിയിട്ട് നമ്മൾ പ്രൊണൗൺസ് ചെയ്ത് അല്ലെങ്കിൽ ഉച്ചരിച്ച വാക്ക് വീണ്ടും തിരിച്ച് നമ്മളുടെ ചെവിയിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യണ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയണത്? എക്കോ എന്ന് പറയണത്. ഓക്കെ, നോട്ട് ഓൾ സൗണ്ട് ദാറ്റ് ഹിറ്റ്സ് മാറ്റർ ഈസ് അബ്സോർബ്, സം ഓഫ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ്. ഓക്കെ, ദാറ്റ് മീൻസ് സൗണ്ട് ബൗൺസസ് ഓഫ് ദ സോളിഡ് മാറ്റർ the way a tennis ball bounces off a wall. Okay, sound reflected back to its source is an echo. Okay, sound reflected back to its source. Okay, എന്താണ് പറയണത്? ഒരു ആള്
ഒരു കാര്യം പറഞ്ഞു. ഫോർ എക്സാമ്പിളായിട്ട് ഞാനൊരു വാക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ പറയുകയാണ്. അതേ വാക്ക് എൻ്റെ ചെവിയിൽ ഞാൻ പറഞ്ഞതിന് ശേഷം, ഓക്കെ, ഒരു കാര്യം പറഞ്ഞതിന് ശേഷം എൻ്റെ ചെവിയിലേക്ക് തന്നെ വന്ന് കേൾക്കണത്, അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? എക്കോ എന്ന് പറയണത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയൽസിനും ഒരേപോലെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഓക്കെ, സം ഓഫ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക്. ഓക്കെ, ദാറ്റ് മീൻസ് സൗണ്ട് ബൗൺസസ് ഓഫ് ദ സോളിഡ് മാറ്റർ. ഓക്കെ, സൗണ്ട് ബൗൺസ് ചെയ്യാണ്. ഇപ്പം നിങ്ങൾ മലേൻ്റെ മുകളിലാവുമ്പോൾ വേറൊരു മലയിലേക്ക് ഈ ഒരു സൗണ്ട് പോയതിന് ശേഷം അവിടെ നിന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. അതാണ് എക്കോ ആയിട്ട്. അപ്പോൾ ഒരേ പ്രാവശ്യം കേൾക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ 3-4 പ്രാവശ്യമൊക്കെ കേൾക്കാറുണ്ട്. ഓക്കെ, ആ ഒരു സൗണ്ട് തന്നെ തിരിച്ച് അതേപോലെ തന്നെ കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എക്കോ ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ റിഫ്ലക്റ്റഡ് സൗണ്ട് wave reaches the ear just when the original sound from the same source has been already heard. ഓക്കെ, ഇതെപ്പോഴാണ് കേൾക്കുക? നമ്മൾ പറഞ്ഞൊരു കാര്യം അവരുടെ ചെവിയിലേക്ക് എത്തിയതിന് ശേഷം, ഓക്കെ, അപ്പം തന്നെ ഒരു എന്താ പറയുക, ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും അതേ വാക്ക് തന്നെ നമ്മളുടെ ചെവിയിലേക്ക് എത്തുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? എക്കോ എന്ന് പറയണത്. ഓക്കെ, ദസ് ദർ ഇസ് റെപ്പറ്റീഷൻ ഓഫ് സൗണ്ട്. ഈ സൗണ്ട് ഇങ്ങനെ റെപ്പറ്റീറ്റീവ് ആയിട്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ റിവർബറേഷനിൽ എന്താ പറഞ്ഞത്? റിവർബറേഷൻ ഒരിക്കലും റെപ്പറ്റീഷൻ അല്ല. അവിടെ ഒരു വാക്ക് വലിച്ചു നീട്ടി കേൾക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞത്? ഒരു വാക്ക് നമ്മൾ ഉച്ചരിച്ചു, ആ വാക്ക് ഇങ്ങനെ സ്ലോ മോഷനിൽ പോണ പോലെ. ഓക്കെ, റിവർബറേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോണ രീതിയിലാണ് കേൾക്കുന്നത്. അതിനാണ് റിവർബറേഷൻ എന്ന് പറഞ്ഞത്. പക്ഷെ എക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. റിവർബറേഷൻ 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 എന്ന് പറഞ്ഞിട്ട് 3-4 പ്രാവശ്യം സൗണ്ടിൻ്റെ എന്താ പറയുക, ക്വാളിറ്റി കുറഞ്ഞായിട്ട് കേൾക്കണ്. ആ രീതിനെയാണ് നമ്മൾ എന്ത് പറയണത്? എക്കോ എന്ന് പറയണത്. റെപ്പറ്റീഷൻ ഓഫ് സൗണ്ടിന്. ഓക്കെ, ദ സെൻസേഷൻ ഓഫ് സൗണ്ട് പെർസിസ്റ്റ് ഫോർ 1/10 ഓഫ് എ സെക്കൻഡ് ആഫ്റ്റർ ദ സോഴ്സ് ഹാസ് സീസ്ഡ്. ഓക്കെ, 1/10 ഓഫ് എ സെക്കൻഡ് അവിടെ പേഴ്സിസ്റ്റ് ചെയ്യണേ. ഓക്കെ, ആഫ്റ്റർ ദ സോഴ്സ് ഹാസ് സീസ്ഡ്, നമ്മളെ സോഴ്സ് നിർത്തിയതിന് ശേഷവും അവിടെ പേഴ്സിസ്റ്റ് ചെയ്യണ ആ സൗണ്ടിനെ പറയണ പേരാണ്, റെപ്പറ്റേറ്റീവായിട്ട് വരുന്ന സൗണ്ടിനെ പറയണ പേരാണ് എക്കോ. ഓക്കെ, അപ്പോൾ ദസ് എൻ എക്കോ മസ്റ്റ് റീച്ച് ആഫ്റ്റർ 1/10 സെക്കൻഡ് ഓഫ് ദ ഡയറക്റ്റ് സൗണ്ട്. ഡയറക്റ്റ് സൗണ്ടിന് ശേഷം 1/10 ഓഫ് എ സെക്കൻഡിൽ അത് റീച്ച് ചെയ്യണം. അതിനെയാണ് എക്കോ എന്ന് പറയുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ എക്കോസ് മേ ബി ഹേർഡ് വെൻ എ സൗണ്ട് ഇസ് റിഫ്ലക്റ്റഡ് ഫ്രം എ നമ്പർ ഓഫ് റിഫ്ലക്റ്റിംഗ് സർഫസസ് പ്ലേസ്ഡ് സൂട്ടബിളി. ഓക്കെ, കുറേ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉണ്ട്, എന്താ പറയുക, മാറി. ഓക്കെ, ആ റിഫ്ലക്റ്റിംഗ് സർഫസസിനൊക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് വരുമ്പോൾ കുറേ പ്രാവശ്യം മൾട്ടിപ്പിൾ എക്കോസ് മേ ബി ഹേർഡ്. ഓക്കെ, ദിസ് ഡിഫക്റ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ സെലക്ടിങ് പ്രോപ്പർ ഷേപ്പ് ഓഫ് ദ ഹാൾ. ഓക്കെ, ആ ഹോളിൻ്റെ ഷേപ്പ് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിഫക്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അതാണ് പറഞ്ഞു വരുന്നത്. ദിസ് ഡിഫക്റ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ സെലക്ടിങ് പ്രോപ്പർ ഷേപ്പ് ഓഫ് ദ ഹാൾ. ഇനി അടുത്തതായിട്ട് പറയേണ്ടത് ആൻഡ് ബൈ പ്രൊവൈഡിങ് റഫ് ആൻഡ് പോറസ് ഇൻറ്റീരിയർ സർഫസസ് ടു ഡിസ്പേഴ്സ് ദ എനർജി ഓഫ് എക്കോസ്. ഓക്കെ, റഫും അതേപോലെ തന്നെ പോറസ് ആയിട്ടുള്ളത്. പ്രൊവൈഡിങ് റഫ് ആൻഡ് പോറസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈർപ്പത്തിനെ വലിക്കാൻ കപ്പാസിറ്റി ഉള്ളത്. അല്ലെങ്കിൽ പോർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ഓട്ടകളുണ്ട്. ഓക്കെ, റഫും പോറസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ സർഫസ് അതെന്ത് ചെയ്യും? ആ എനർജീനെ ഡിസ്പേഴ്സ് ചെയ്യും, എക്കോൻ്റെ എനർജീനെ ഡിസ്പേഴ്സ് ചെയ്യും. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്നാണ് പറയണത്. എന്നാൽ റെമഡി ആയിട്ട് നമുക്ക് വേറെയും കാര്യങ്ങൾ നമുക്ക് പറയാറുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് തന്നെ പറയണത്. ദിസ് ഡിഫക്റ്റ് ഈസ് അവോയ്ഡഡ് ബൈ സെലക്ടിങ് പ്രോപ്പർ ഷേപ്പ് ഫോർ ദ ഓഡിറ്റോറിയം. ഓക്കെ, ഒരു ഓഡിറ്റോറിയത്തിലാണ് പറയണതെങ്കിൽ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഷേപ്പ് നമുക്ക് പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും, എക്കോ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആ പ്രോപ്പറായിട്ടുള്ള ഷേപ്പ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ഓഫ് സ്പ്ലേഡ് സൈഡ്.
വാൾസ്. സൈഡ് വാൾസ് നമ്മൾ സ്പ്ലേഡ് ആയിട്ട് കൊടുക്കുക. സ്പ്ലേഡ് ആയിട്ട് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യേണ്ടതുള്ള രീതിയിൽ. നമ്മൾ കല്ല് ചെത്തി കൊടുക്കൂലേ, ഒരു ഭാഗത്ത് ഇങ്ങനെ എന്താ പറയുക ഒരു ട്രയാങ്കുലർ പോർഷനായിട്ട് ചെത്തി കൊടുക്കാറുണ്ട്. അതേപോലെ സ്പ്ലേഡായിട്ട് നമ്മളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാൾസ്, അല്ലാതെ പാരലായിട്ട്. പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഓഡിറ്റോറിയം ഒക്കെ ആണെങ്കിൽ രണ്ട് സൈഡിലുള്ള വാളും ഒരേപോലെ പാരലായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് പറയണത്. സ്പ്ലേഡായിട്ടുള്ള വാൾസ് വേണം, സൈഡ് വാൾസ് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പ്രോബ്ലം കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ നമ്മുടെ അക്വസ്റ്റിക്കൽ ക്വാളിറ്റി ഓഫ് ദ ഹോൾ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ക്വാളിറ്റി, ആ ഒരു ഹോളിൻ്റെ ക്വാളിറ്റി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് വരുന്ന പോയിൻ്റാണ് എക്കോസ് മേ ബി അവോയ്ഡഡ് ബൈ കവറിങ് ദ ഓപ്പോസിറ്റ് വാൾ ആൻഡ് ഹൈ സീലിംഗ് വിത്ത് അബ്സോർപ്റ്റീവ് മെറ്റീരിയൽ. അബ്സോർപ്ഷൻ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലിനെ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാൾസിന്, അതേപോലെ തന്നെ നമ്മുടെ സീലിങ്ങും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ എക്കോ എന്നുള്ള ഒരു ഡിഫക്റ്റിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ രണ്ട് ഡിഫക്റ്റ്. ഓക്കെ, ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പറയാം ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. നമ്മൾ അക്വസ്റ്റിക്കൽ ഡിഫക്റ്റ് എന്ന ടോപ്പിക്കാണ് പറഞ്ഞത്. ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ നമുക്ക് വരാവുന്ന ഏതൊക്കെയാണ് ഡിഫക്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന ഒരു 6 ഡിഫക്റ്റുകളുണ്ട്. ഫസ്റ്റ് വൺ റിവർബറേഷൻ, രണ്ടാമത്തത് എക്കോ, മൂന്നാമത്തത് സൗണ്ട് ഫോസൈ, നാലാമത്തത് ഡെഡ് സ്പോട്ട്, അഞ്ചാമത്തത് ഇൻസഫിഷ്യൻറ്റ് ലൗഡ്നെസ്, ആറാമത്തത് എക്സ്റ്റീരിയർ നോയ്സ്. ഓക്കെ, 6 പേര് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. റിവർബറേഷൻ, എക്കോ, സൗണ്ട് ഫോസൈ, ഡെഡ് സ്പോട്ട്, ഇൻസഫിഷ്യൻറ്റ് ലൗഡ്നെസ്, എക്സ്റ്റീരിയർ നോയ്സ്. അതിൽ നമ്മൾ ആദ്യത്തെ 2 ഡിസ്കസ് ചെയ്ത്. ഫസ്റ്റ് വൺ റിവർബറേഷൻ, പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ഇൻ ദ എൻക്ലോസ്ഡ് സ്പേസ് ആഫ്റ്റർ ദ സോഴ്സ് ഓഫ് സൗണ്ട് സ്റ്റോപ്പ്. ഓക്കെ, സോഴ്സ് ഓഫ് സൗണ്ട് നിർത്തിയതിന് ശേഷം ആ ഒരു സൗണ്ട് അവിടെ പെർസിസ്റ്റ് ചെയ്യണതിനെയാണ് നമ്മൾ റിവർബറേഷൻ എന്ന് പറയണത്. അതിൻ്റെ മെയിൻ കാരണം ഇംപ്രോപ്പർ സൗണ്ട് അബ്സോർപ്ഷൻ ആണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന കാരണം എന്ന് പറയണത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ചില സ്ഥലത്ത് റിവർബറേഷൻ എന്ന് പറയണത് നല്ലൊരു കാര്യമാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവണമെന്നില്ല. അതുകൊണ്ട് അത് ഡിഫക്റ്റീവായിട്ടും പറയാം, ചില സമയത്ത് അഡ്വാൻറ്റേജസ് ആയിട്ടും പറയാം. അത് ചില യൂസ് ചെയ്യണത് എവിടെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയണത്. റിവർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈമിനെയാണ് പറയണത്. ഓക്കെ, എത്രത്തോളം ആ സൗണ്ട് പെർസിസ്റ്റ് ചെയ്യുന്ന ടൈമിനെയാണ് നമ്മൾ റിവർബറേഷൻ ടൈം എന്ന് പറയണത്. പിന്നെ നമ്മൾ പറഞ്ഞത് സാബിൻസ് ഫോർമുലയാണ്. T is equal to 0.16 V/A. V എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോളിൻ്റെ വോളിയം, ക്യൂബിക്കിൽ പറയുന്ന വോളിയത്തിനെയാണ് V എന്ന് പറയണത്. A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അബ്സോർബ് ചെയ്യാൻ പറ്റും, അബ്സോർബിങ് പവർ ഓഫ് ദ സർഫസ് ഓഫ് ദ ഹോൾ അല്ലെങ്കിൽ റൂം, അതിനെയാണ് നമ്മൾ A എന്ന് പറയുന്നത്. T എന്ന് പറഞ്ഞാൽ റിവർബറേഷൻ ടൈം. ഇതെങ്ങനെയാണ് റിഫ്ലക്റ്റീവ് പാത്തിനെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ സൗണ്ടിൻ്റെ എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ടേബിളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടേബിളിൽ കാണിച്ചിട്ടുള്ളത് എത്രത്തോളം അതിന് എന്താ പറയുക റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, റിവർബറേഷൻ ടൈം ഉണ്ട്. അതിൻ്റെ അനുസരിച്ച് അത് ഗുഡ് ആണോ, എക്സലൻ്റ് ആണോ, വെരി ഗുഡ് ആണോ, ഫെയർ ആണോ, ബാഡ് ആണോ, വെരി ബാഡ് ആണോ, എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. IS കോഡിലാണ് ഈ ലിമിറ്റ് കാണിച്ചിട്ടുള്ളത് 2526/1963. ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂട്ടബിൾ ചൂസ് ഓഫ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഫർണിഷിംഗ് മെറ്റീരിയൽ, അതേപോലെ തന്നെ വിൻഡോസ്, ഓപ്റ്റിമം നമ്പർ ഓഫ് വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ അത് ക്ലോസ് ചെയ്യണോ ഓപ്പൺ ചെയ്യണോ അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, എത്രത്തോളം റിവർബറേഷൻ ടൈമിൻ്റെ ആവശ്യമുണ്ട് ആ രീതിയിൽ വേണം നമ്മൾ അത് ഓപ്പൺ ചെയ്യണം ക്ലോസ് ചെയ്യണോ എന്നുള്ള രീതി നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ പറഞ്ഞത് എക്കോനെ കുറിച്ചാണ്. ഓക്കെ, എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗണ്ട് വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യുക, ബൗൺസ് ചെയ്യുക. ഓക്കെ, എവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യണ ഒരു ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയണത്, എക്കോ എന്ന് പറയണത്. എക്സാമ്പിളായിട്ട് പറയണത് ഒരു ടെന്നീസ് ബോളിൻ്റെ എക്സാമ്പിളാണ് പറയണത്. ഒരു ചുമരിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വരുന്നതിനെയാണ് നമ്മൾ എക്കോ എന്ന രീതിയിൽ പറയണത്. ഓക്കെ,
അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ എന്ന് പറഞ്ഞാൽ ഒരു റെപ്പറ്റീഷൻ ഓഫ് സൗണ്ടാണ്. ആ റെപ്പറ്റീഷൻ ഓഫ് സൗണ്ട് നമ്മൾ ബേസിക്കലി പറയണത് 1/10 ഓക്കെ ഓഫ് എ സെക്കൻഡ് ആഫ്റ്റർ ദ സോഴ്സ് ഹാസ് സീസ്ഡ്. ഓക്കെ, ആ സൗണ്ട് പേഴ്സിസ്റ്റ് ചെയ്യണത് 1/10 ഓഫ് എ സെക്കൻഡ് ആഫ്റ്റർ ദ സൗണ്ട് ഹാസ് സീസ്ഡ്. അപ്പോഴാണ് നമ്മളതിനെ എക്കോ എന്ന രീതിയിൽ പറയണത്. മൾട്ടിപ്പിൾ എക്കോസ് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, ഒരു പ്രാവശ്യം മാത്രമല്ല കുറേ പ്രാവശ്യം വരാനുള്ള സാധ്യതയുണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യണത് റിഫ്ലക്റ്റീവ് സർഫസ് ആണ്. ഓക്കെ, എത്രത്തോളം നമ്പർ ഓഫ് റിഫ്ലക്റ്റീവ് സർഫസസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എക്കോസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് ആയിട്ട് നമ്മൾ പറയണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഷേപ്പ് ഫോർ ദ ഓഡിറ്റോറിയം. എന്താണ് പ്രോപ്പർ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലേഡ് ആയിട്ടുള്ള സർഫസ് പ്രൊവൈഡ് ചെയ്യുക. രണ്ട് ഓപ്പോസിറ്റ് സൈഡ് എങ്ങനെ ഉണ്ടാവാൻ പാടില്ല, പാരലായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് വാൾസും അതേപോലെ സീലിങ്ങും എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യണം, നല്ല അബ്സോർപ്ഷൻ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, എക്കോനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സൗണ്ട് ഫോസൈ, അത് കഴിഞ്ഞാൽ ഡെഡ് സ്പോട്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എക്സ്റ്റേണൽ നോയ്സ്. ഓക്കെ, ഇതും ഇതിൻ്റെ റെമഡിയൽ മെഷേഴ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മളുടെ 4th മൊഡ്യൂൾ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ടുകളോ ക്ലിയർ ചെയ്യാനുള്ളതോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എക്കോൻ്റെ റെമഡിയൽ മെഷേഴ്സ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് എഴുതി കാണിക്കുക. ഞാൻ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.